പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വിളയുടെ വേരിനെ ആക്രമിച്ച് വളരെയധികം വിളനാശം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ഇൻസെക്റ്റിനെയാണ്. വളരെ കുഞ്ഞനാണെങ്കിൽ ആൾ വളരെ വിനാശകാരിയാണ്. ശരിക്കും നമ്മൾ ഏലം, കുരുമുളക് പോലുള്ള സുഗന്ധ വിളകളുടെ വേരിനെ ആക്രമിച്ച് ആ വേരിലൂടെ ചെടി വലിച്ചെടുക്കുന്ന ജലാംശവും സൂക്രോസ് പോലുള്ള കണ്ടന്റുകളൊക്കെ എടുത്ത് അവിടെ വേരുകളിൽ പെറ്റുപെരുകി ചെടിക്ക് നാശം ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്റ്റാണ് ഈ മീലിബഗ് എന്ന് പറയുന്ന ഇൻസെക്റ്റ്. നമ്മൾ മലയാളത്തിൽ മീലിമൂട്ട എന്നും ഇംഗ്ലീഷ് മീലിബഗ് എന്നും തമിഴിൽ മാവുപൂച്ചി എന്ന് പറയുന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പച്ചക്കറികളിൽ ഇത് അതിൻ്റെ തളിർ നാമ്പുകളിലും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ സുഗന്ധ വിളകളിൽ കൂടുതലായിട്ടും ഇത് വേരുകളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ വേരിനെ ആക്രമിക്കുന്നതിലൂടെ നമ്മുടെ ചെടികൾ ഗ്രാജുവലി നശിച്ച് അതിൻ്റെ ഒരു ആരോഗ്യശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തകർന്ന് പതിയെ നാശത്തിലോട്ട് വരുന്നതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇൻസെക്റ്റുകൾ നമ്മുടെ വേരിനെ ആക്രമിച്ച് വേരിലൂടെ വരുന്ന ജലാംശവും സൂക്രോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആ ഇൻഫെക്ഷൻ വഴി ഫംഗസ് രോഗങ്ങൾ ചെടിയിലോട്ട് പെട്ടെന്ന് പ്രവേശിക്കുകയും ചെയ്യുന്നു. തന്മൂലം നമ്മൾ എത്രത്തോളം ഫംഗിസൈഡുകൾ കൊടുത്താലും നമ്മുടെ ചെടികൾക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടാതെ വരുന്നതാണ്. പിന്നെ ഏലച്ചെടികളിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കിഴങ്ങിനോട് ചേർന്നുള്ള വേരുഭാഗങ്ങളാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. നമ്മൾ ചെടി പറിച്ച് നോക്കിയാലൊക്കെ കാണാൻ പറ്റുള്ളൂ. വളരെ കുഞ്ഞനാണ്. അവൻ്റെ പുറത്ത് കാണുന്ന വെള്ള കളർ ഒരു പ്രോട്ടീൻ്റെ കവചമാണ്. അതുകൊണ്ട് തന്നെ സക്കിൻ പെസ്റ്റുകൾ കൊടുക്കുന്ന ഏതൊരു മരുന്ന് കൊടുത്താലും നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ചെടിയിൽ ഡ്രഞ്ച് ചെയ്ത് കൊടുത്താലേ കിഴങ്ങുകൾ അടിഭാഗങ്ങളിലോട്ട് എത്തുള്ളൂ. തൈമത്താക്സം, കാർബോസൾഫാൻ, കാർബോഫ്യൂരിഡാൻ, ക്ലോറിപൈറിഫോസ് പോലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ആണ് ഈ ഇൻസെക്റ്റിനെതിരെ. നമ്മൾ ബയോ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ബിവേറിയ പോലുള്ള ബയോ ഇൻസെക്ടിസൈഡുകൾ കൊടുത്താൽ അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഇൻസെക്റ്റിൻ്റെ ആക്രമണം നല്ല ശക്തമായിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ ഒരു ബയോ കൊടുക്കുക, നല്ലൊരു കെമിക്കൽ കൊടുത്ത് കൺട്രോൾ ചെയ്തതിന് ശേഷം ബയോസിലോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ നല്ല റിസൾട്ടാണ്. നമ്മുടെ ഏലച്ചെടികളിൽ പൊതുവെ ഈ മീലിബഗിൻ്റെ ആക്രമണം കണ്ടുവരുന്ന വെയിലാണ്. ആ വെയിലുള്ള ആക്രമണം ശക്തമായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിലെ ഫിസേറിയത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടി വരുന്നതും അതേപോലെ ചെടികൾ നാരിച്ച് വരുന്നതും വളരെ കുറുകിയ തട്ടകളായിട്ട് വരുന്നതൊക്കെ ആയിട്ട് കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സിംറ്റംസ്. ഇല നല്ല മഞ്ഞപ്പിലായി പെട്ടെന്ന് ഇലകൾ മഞ്ഞക്കളറിൽ വന്ന് ഒടിഞ്ഞു തൂങ്ങുന്നതൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്കിത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ വീഡിയോ ഇന്നിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു.